ഇപ്പോൾ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. പലയിടത്തും എഴിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിപക്ഷത്തിലാണ്, വീഴ്ചയിലാണ്. ഇന്ത്യയിൽ ഇനി എന്നാണ് കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റ് വരും നമുക്കറിയില്ല. കാരണം വലിയ ദേശീയ തലത്തിൽ വലിയ നേതൃത്വ ദാരിദ്ര്യമാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടൊന്നും നരേന്ദ്രമോദിയെ പോലുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ സംവിധാനത്തെ ഒന്നും എതിർത്ത് തോൽപ്പിച്ച് കരവരാനുള്ള ആംബിയൻസ് ഒന്നുമില്ല. അദ്ദേഹം കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞ് പപ്പടമാവുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ഇത് ആരാണിത് റെഡിയാക്കി എടുക്കുക? അങ്ങനെയാകുമ്പോൾ ഒരു തുരുത്ത് പോലെ നിൽക്കുന്ന സ്ഥലമാണ് കേരളം. കേരളത്തിൽ ആര്യാടൻ ഷൗക്കത്ത് കൂടി ജയിച്ചപ്പോൾ കോൺഗ്രസിനൊരു വലിയ സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അത് കല്ലിലടിച്ച പൂക്കുല പോലെ നിങ്ങൾ കളഞ്ഞു കുളിക്കും. ഇപ്പോൾ പാലൂർ രവി തിരുവനന്തപുരം DCC പ്രസിഡന്റ് കളിച്ച് മണ്ഡല സെക്രട്ടറിയോട് പറഞ്ഞെന്നൊക്കെ പ്രസിഡന്റിനോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോയി. KPCC പുനഃസംഘടന ഇതുവരെ ഒന്നും ആയില്ല. DCC പുനഃസംഘടനകളായില്ല. അതിനെതിരെയാണ് സുധാകരനെ യാതൊരു കാരണവും കൂടാതെ മാറ്റി. അത് സണ്ണി ജോസഫ് വന്നു. അത് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണെന്നുള്ള ഭൂരിപക്ഷത്തിൻ്റെ വാദം. പിന്നെ ഈഴവർക്ക് യാതൊരു പ്രാതിനിധ്യമില്ല എന്നുള്ള SNDPക്കാരുടെ പരാതി, നായർ കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യം കുറവാണെന്ന് പറഞ്ഞ അവരുടെ പരാതി, എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസിനകത്ത് കൃത്യമായ നേതൃത്വ രംഗത്തുള്ള കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അണികൾ എന്താണ് ചെയ്യുക? ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവ് ഇതിനകത്ത് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് പെട്ടിയെടുത്ത് വേറെ പാർട്ടി പോയിരിക്കുന്നു. ഇനി അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുമോ BJP പോകുമെന്ന് അറിയില്ല. എന്തായാലും പെട്ടിയെടുത്ത് പണി മതിയാക്കി പോയി. ഇതിനകത്ത് സ്പേസ് ഇല്ല. പെട്ടിയെടുക്കുന്നവർക്കും വെള്ളം കോരുന്നവർക്കും കൂടെ നിൽക്കുന്നവർക്കും സ്തുതിപാഠകർക്കും മാത്രമേ കോൺഗ്രസിൽ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് പല ആളുകളും ഇറങ്ങിപ്പോകുന്നു. നൂറുകണക്കിന് ആളുകൾ, കോൺഗ്രസിലെ നൂറുകണക്കിന് ആളുകളാണ് പത്മജ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ BJPയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ചേർന്നത്. ഒരു വശത്ത് ഇങ്ങനെ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു. അണികളെ കൂടെ നിർത്താൻ കഴിയുന്നില്ല, നേതാക്കളെ കൂടെ നിർത്താൻ കഴിയുന്നില്ല. ഒരു വല്ലാത്ത സംവിധാനമായി പോകുന്നു. വയസ്സായവരിലും നിങ്ങൾക്ക് ഇനിയും ഒരുപാട് പേർക്ക് അധികാരമോഹം ഒരു വശത്ത് കിടക്കുന്നു. മറുവശത്ത് മുഖ്യമന്ത്രി ആരെന്നറിയില്ല, അതിനു വേണ്ടിയിട്ടുള്ള പടയോട്ടം, എല്ലാം കൂടി പുകയായിട്ടാണ് കോൺഗ്രസ് സംവിധാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് നിങ്ങൾ ഈ പോകുന്നത്? എന്താണ് നിങ്ങളുടെ പരിപാടി? ആരാ നിങ്ങളുടെ നേതാവ്? എന്താ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞിടത്ത് നിന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. പണ്ട് ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് മുദ്രാവാക്യം വിളിക്കുകയും നമുക്കൊരു കൃത്യമായൊരു നേതാവ്, കരുണാകരൻ, ഇന്ദിര, ആൻ്റണി, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു നേതാവിൻ്റെ കീഴിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഒരു കൂട്ടം നേതാക്കളുടെ പിന്നിലാണ്. ആ ഒരു കൂട്ടം നേതാക്കളായപ്പോൾ അവരുടെ കീഴിൽ ഒരു കൂട്ടം ഗ്രൂപ്പുകാരായി, അവരെ കീഴിൽ ഒരു കൂട്ടം അണികൾ വിവിധ ഗ്രൂപ്പുകളായി നിൽക്കുന്നു. എന്തായാലും നല്ല രസമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. നിങ്ങൾ കളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പോക്ക്. ആൻറ്റി ഇൻകംബൻസ് വളരെ വലുതായിട്ട് ഇവിടെ കിടക്കുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് ഇവിടെ. പക്ഷെ അതൊന്നും മുതലാക്കിയെടുക്കാൻ കോൺഗ്രസിന് കഴിയാത്ത രീതിയിൽ സംഘടനാ ദൗർബല്യത്തിലേക്കാണ് കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ചർച്ച ചെയ്ത് ഡൽഹിയിൽ ചർച്ച, കേരളത്തിൽ ചർച്ച, VM സുധീരനുമായിട്ട് ചർച്ച, MM ഹസനുമായിട്ട് ചർച്ച, അവരുമായിട്ട് ചർച്ച, ഇവരുമായിട്ട് ചർച്ച, പള്ളിക്കാരുമായിട്ട് ചർച്ച, അമ്പലക്കാരുമായിട്ട് ചർച്ച, NSSമായിട്ട് ചർച്ച, SND, ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നവരെ നേതാക്കളായി വളർത്തിക്കൊണ്ടുവരുന്നതിനും അല്ലാത്തവരെ ഒഴിവാക്കുന്നതിനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ദളിതന്മാരെ കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിലുള്ളവരെ വെക്കണമെന്നുള്ളത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ അഭിപ്രായം. വനിതകൾക്ക് പ്രാതിനിധ്യം ഒട്ടും കിട്ടുന്നില്ല എന്നുള്ള അവരുടെ പരാതി, പട്ടികവർഗ്ഗക്കാരുടെ പരാതി, എല്ലാം കൂടി കൊണ്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ വീർപ്പുമുട്ടുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ഞാനീ പറഞ്ഞ പോലെ എല്ലാവരും കൂടി കൈയടിച്ച് എല്ലാവരും കൂടി പാമ്പിനെ പിടിക്കാൻ ഇറങ്ങി പാമ്പ് അതിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പൊക്കളയുമോ? എല്ലാവരും കൂടി ഇങ്ങനെ പലതരത്തിൽ ഗ്രൂപ്പ് കളിച്ച് അണികളെ വിവിധ രൂപത്തിലൊക്കെ നിർത്തി കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോൾ പപ്പടം പോലെ പൊടിഞ്ഞു പോകുമോ എന്നൊരു ചോദ്യം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങളിലും പൊതുസമൂഹത്തിലും വല്ലാതെ കിടപ്പുണ്ട്.